നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഹമാസിന്റെ 50 നേതാക്കളെ ദോഹയിലെ കെട്ടിടം തകർത്ത് ഒറ്റയടിക്ക് വകവരുത്താനുള്ള ലക്ഷ്യം സാധിക്കാതെ പോയതിൽ അങ്ങേയറ്റം ദുഃഖമുണ്ടത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ബോംബ് പതിക്കുന്നതിൽ നേരിയ വീഴ്ചയുണ്ടായെന്നും ബഹുനില മന്ദിരം ഒന്നാകെ തകർന്നില്ലെന്നും ഹമാസ് ഭീകരർക്ക് ഓടി മാറാൻ സമയം കിട്ടിയില്ലെന്നുമാണ് ഇസ്രായേലിന്റെ കണക്കുകൂട്ടൽ. മാത്രമല്ല, സ്ഫോടനത്തിന്റെ തീവ്രത കുറഞ്ഞുപോയത് എന്തുകൊണ്ട് എന്നതിലും ഇസ്രായേൽ പരിശോധിച്ചു വരികയാണ്. ഹമാസ് നേതാക്കളെ ഒന്നടങ്കം വകവരുത്താനുള്ള അവസരമാണ് നഷ്ടപ്പെടുന്നതും അത്തരത്തിൽ ഒരു സാഹചര്യം ഇനി ലഭിക്കില്ലെന്നുമാണ് നെതന്യാഹു ആശങ്ക അറിയിച്ചത്. ഹമാസിന്റെ ഉന്നത നേതാവായ ഗലീൽ അൽ ഹയ്യ ആക്രമണം നടന്ന കെട്ടിടത്തിലുണ്ടായിരുന്നു. ഇസ്മായിൽ ഹനിയുടെ മരണശേഷം ഹമാസിന്റെ പ്രധാന നേതാവായി വളർന്ന ആളാണ് ഗലീൽ അൽ ഹയ്യ. അതിനിടെ ഹമാസ് നേതാക്കളെ ഖത്തർ ഒറ്റുകയായിരുന്നുവെന്നും ഇസ്രായേലിലെ ഹമാസ് നേതാക്കളെ വധിക്കുന്നതിന് അവസരം ഉണ്ടാക്കി കൊടുക്കുകയായിരുന്നെന്നും പരക്കെ വിമർശനം ഉയരുകയാണ്. ഈജിപ്ത്, സൗദി അറേബ്യ ഉൾപ്പെടെ വിവിധ രാജ്യങ്ങൾക്ക് ആക്രമണം നടക്കുമെന്ന വിവരം അറിയാമായിരുന്നതായി ഹമാസിന് വിവരം ലഭിച്ചതോടെ ഹമാസിനുള്ളിൽ പൊട്ടിത്തെറിക്ക് സാധ്യതയേറുകയാണ്. ഖത്തറിലെ ഇസ്രായേൽ ആക്രമണത്തിൽ ഹമാസ് മേധാവി ഗലീൽ അൽ ഹയ്യ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. എന്നാൽ ഗലീൽ അൽ ഹയ്യ ഉൾപ്പെടെയുള്ള നേതാക്കൾ സുരക്ഷിതരാണെന്ന് ഹമാസ് പറയുന്നു. ഇസ്രായേൽ പലസ്തീൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള മധ്യസ്ഥ ചർച്ചയിലെ ഹമാസിന്റെ പ്രധാന ചർച്ചക്കാരനായിരുന്നു ഗലീൽ അൽ ഹയ്യ. എന്നാൽ ഗലീൽ ഹയ്യയുടെ മകൻ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടുവെന്ന് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. ഹമാസിന്റെ നേതാക്കളെ ലോകത്ത് എവിടെയായാലും ലക്ഷ്യമിടുന്നുവെന്ന് ഇസ്രായേൽ സൈനിക മേധാവി നേരത്തെ ഭീഷണിപ്പെടുത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ദോഹയിലെ ആക്രമണമുണ്ടായത്. ഇസ്രായേൽ ദോഹയിൽ നടത്തിയ ആക്രമണങ്ങളിൽ നിന്ന് ഹമാസ് നേതാക്കളെ രക്ഷിച്ചതും തുർക്കി ഇന്റലിജൻസ് നൽകിയ മുന്നറിയിപ്പ് എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. ദോഹയിലെ പലസ്തീൻ ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ ആക്രമണം നടത്താൻ സാധ്യതയുണ്ടെന്നും തുർക്കിഷ് നാഷണൽ ഇന്റലിജൻസ് ഓർഗനൈസേഷൻ ഹമാസിന് മുന്നറിയിപ്പ് നൽകിയിരുന്നെന്നാണ് തുർക്കിയിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ഇന്റലിജൻസിലെ പ്രത്യേക യൂണിറ്റ് ഇസ്രായേലിലെ വ്യോമ നീക്കം മുഴുവൻ സമയവും കൃത്യമായി നിരീക്ഷിച്ചിരുന്നു. ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ ആദ്യം ഗാസയിലേക്കുള്ള മധ്യ ട്യൂണേഷ്യയ്ക്ക് സമീപം നാവിക വ്യൂഹത്തിന് നേർക്കും തുടർന്ന് സിറിയ, ടാർട്ടസ്, ലെബനൻ എന്നിവിടങ്ങളിലും ആക്രമണം നടത്തിയ ശേഷമാണ് ഖത്തറിലെ ഹമാസ് കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടത്. ഇത്രയേറെ വലിയ ഓപ്പറേഷനുകൾ ഒരുമിച്ച് നടത്തിയതാണ് ദോഹയിലെ ഓപ്പറേഷൻ പരാജയപ്പെടുത്താൻ കാരണമെന്നും ഇസ്രായേൽ സൈന്യം ആശങ്കപ്പെടുന്നു. ജോർദാൻ, സിറിയ, ഇറാഖ്, സൗദി അറേബ്യ രാജ്യങ്ങൾക്ക് മുകളിലൂടെ 1800 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാണ് ഇസ്രായേലിലെ 15 യുദ്ധവിമാനങ്ങൾ ദോഹയിലെത്തി ആക്രമണം നടത്തിയത്. തുർക്കിഷ് ഇന്റലിജൻസിന്റെ മുന്നറിയിപ്പ് ഹമാസിന്റെ മുതിർന്ന നേതാക്കളെ രക്ഷിക്കാൻ സഹായിച്ചെന്നാണ് റിപ്പോർട്ടുകൾ. ആക്രമണത്തിൽ ഹമാസ് ഗാസ നേതാവായ ഗലീൽ അൽ ഹയ്യയുടെ മകൻ ഉൾപ്പെടെ ഹമാസിന് 5 പേരും ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഖത്തർ ആഭ്യന്തര സേനയായ ലക്വിയയുടെ ഓഫീസറും ഉൾപ്പെടെ 6 പേരാണ് കൊല്ലപ്പെട്ടത്. എന്നാൽ അതേസമയം ഹമാസിന്റെ മുൻനിര നേതാക്കൾ എല്ലാവരും ആ കെട്ടിടത്തിലുണ്ടായിരുന്നു. അപായം അറിഞ്ഞതോടെ നേതാക്കളെ രക്ഷപ്പെട്ടു. ഇസ്രായേലിന്റെ ആക്രമണത്തിന് മറുപടി നൽകാൻ രാജ്യത്തിന് അവകാശമുണ്ടെന്നും നിയമപരമായി മുൻപോട്ട് പോകുമെന്നും കഴിഞ്ഞ ദിവസം ഖത്തർ പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു. ഖത്തറിന്റെ റഡാർ സംവിധാനങ്ങൾക്ക് കണ്ടെത്താൻ കഴിയാത്ത തരത്തിലുള്ള ആയുധങ്ങളാണ് ഇസ്രായേൽ ഉപയോഗിച്ചത്. ജൂണിൽ ഖത്തറിലെ US വ്യോമത്താവളം ലക്ഷ്യമിട്ട് ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണം വ്യോമപാത അടച്ച് കൃത്യമായി പ്രതിരോധിക്കാൻ ഖത്തറിന് കഴിഞ്ഞിരുന്നു. എന്നാൽ ഇത്തവണ ഇസ്രായേൽ നടത്തിയ അപ്രതീക്ഷിത ആക്രമണം ഖത്തറിന് പ്രതിരോധിക്കാനായില്ല. ഗസയിലെ വെടിനിർത്തൽ പദ്ധതി ഗൗരവമായി പരിഗണിക്കണമെന്ന് ഡൊണാൾഡ് ട്രംപ് ഹമാസ് നേതാക്കളോട് ആവശ്യപ്പെട്ട് 2 ദിവസത്തിന് ശേഷമാണ് ഇസ്രായേൽ ദോഹയിൽ അപ്രതീക്ഷിത ആക്രമണം നടത്തിയത്. അമേരിക്കൻ നിർമ്മിത ജെറ്റുകൾ ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയതെന്ന് റിപ്പോർട്ടുകളുണ്ട്.